അൽസലാം. ഇന്നത്തെ നമ്മുടെ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗ്രൂപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയായ സഖാവ് അജിത്ത് ആലപ്പുഴ, ഗ്രൂപ്പിൻ്റെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ പ്രിയപ്പെട്ട സഖാവ്, പ്രിയ ഗിരീഷ് സഖാവ്, പ്രിയം നിറഞ്ഞ കലാം സഖാവ്, പ്രിയപ്പെട്ട രക്ഷാധികാരി സഖാവ് ബാലൻ മേലേഴിയും, പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് സഖാവ് പ്രദീപ് മണലൂർ, ട്രഷറർ പ്രിയപ്പെട്ട ശ്യാം സഖാവ്, വൈസ് പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട ചാരദ് സഖാവ്, സബ് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന മറ്റ് അഡ്മിൻ ഭാരവാഹികൾ, സ്നേഹമുള്ള കൂട്ടായ്മയിലെ മുഴുവൻ സഖാക്കൾ എല്ലാവരെയും ഏറ്റവും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അനുസ്മരണത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. വന്നതും നിന്നതും കണ്ടതും കേട്ടതും മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അതിനെല്ലാം ഉപരി അടിസ്ഥാന ദർശനം ഉൾക്കൊള്ളണം, ആശയ അടിത്തറ രൂപപ്പെടുത്തണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ബലമുള്ള അടിത്തറയുള്ള കെട്ടിടങ്ങൾ ഏത് പേമാരിയെയും കൊടുങ്കാറ്റിനെയും അതിജീവിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ആശയ അടിത്തറയുള്ള മനുഷ്യനും എന്നും നമുക്കറിയുന്നതാണ്. ആശയ അടിത്തറയുള്ള മനുഷ്യനും ഏത് കൊടുങ്കാറ്റിനെയും, അതായത് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെയും മുറിച്ചു കടക്കാൻ അവൻ കൈവരിച്ച ആശയ അടിത്തറ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നാളിതുവരെയുള്ള നമ്മുടെ അനുഭവം. പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുക എന്നുള്ളത് വളരെ സാഹസികമായൊരു കാര്യമല്ല. എന്നാൽ അതിനെ തീരെ കുറച്ച് കാണുകയല്ല. ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിലുപരി, ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നവരെ ആശയ അടിത്തറയുള്ളവരാക്കി മാറ്റുക എന്നത് അർപ്പണബോധത്തോടെ പ്രസ്ഥാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത് അല്പം സാഹസികതയോടെ തന്നെ ചെയ്യേണ്ടതാണ്. ആ അർത്ഥത്തിൽ രക്തസാക്ഷി സ്മരണകളും അനുസ്മരണങ്ങളും ഒക്കെ നമുക്ക് കേവലം ഒരു ദിനസരി കുറിപ്പുകളോ നാൾ വഴികളോ അല്ല എന്നുള്ളത് നമുക്കറിയാം. അത് ആശയ അടിത്തറ ബലപ്പെടുത്താനുള്ളതും മുന്നോട്ട് പോകാനുള്ള ഊർജവും പകരുന്നതാണ്. എന്നതുകൊണ്ട് തന്നെ ഇത്തരം അനുസ്മരണങ്ങൾക്ക് പ്രസക്തിയേറെയാണ്. ഇന്ത്യയിലെ, വിശിഷ്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വളമായത് എണ്ണമറ്റ സമര പോരാട്ടങ്ങളുടെയും സ്വന്തം ജീവിതവും ജീവനവും ബലി നൽകിയ നൂറുകണക്കിന് ധീരരക്തസാക്ഷികളുടെ ഇനിയും ചോരമണം മാറിയിട്ടില്ലാത്ത ഏടുകളുമുണ്ട് എന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുള്ളതാണ്. അത്തരത്തിൽ ഒരു കാലത്ത് ജന്മി മാടമ്പികളുടെ കൊടിയ ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ കർഷകരുടെ ഹൃദയരക്തം കൊണ്ടെഴുതിയ വീരേതിഹാസങ്ങൾ നിരവധിയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, വിശിഷ്യ വടക്കേ മലബാറിൽ. അതിൽ തില്ലങ്കേരി, കാവുമ്പായി, കരിവള്ളൂർ എന്നീ കർഷക സമരങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ധീരോദാത്തമായി പടപൊരുതിയ പല സഖാക്കളെയും ആദ്യം കണ്ണൂർ ജയിലിലും പിന്നീട് സേലം ജയിലിലും അന്നത്തെ ഭരണകൂടം തുറുങ്കിലടച്ചു എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുന്നത് തന്നെയാണ്. സഖാക്കളെ, തമിഴ്നാട്ടിലെ സേലം ജയിലിൽ 22 ധീരവിപ്ലവകാരികൾ രക്തസാക്ഷികളായിട്ട് ഇന്നേക്ക് 74 വർഷം പൂർത്തിയാവുകയാണ്.
ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചോര കൊണ്ട് എഴുതിയ അധ്യായമാണ് 1950 ഫെബ്രുവരി 11 സേലം ജയിലിൽ നടന്ന കൂട്ടക്കൊല എന്നുള്ളതും നമുക്കറിയാം. മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് മലബാർ. കമ്മ്യൂണിസ്റ്റ് വിരോധ തിമിരം ബാധിച്ച ജയിൽ മന്ത്രി കോഴിപ്പുറത്ത് മാധവ മേനോൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ കൊല ചെയ്തും ജയിലിലടച്ചും ആക്രമിച്ചും അമർച്ച ചെയ്യാൻ പോലീസിനെയും ഗുണ്ടകളെയും അഴിച്ചുവിട്ടു. ഈ ഭീകരവാഴ്ചയുടെ ഏറ്റവും ക്രൂരമായ രൂപമായിരുന്നു സേലം ജയിലിൽ അന്ന് നടന്ന കൂട്ടക്കൊല എന്നുള്ളതും നമ്മളൊക്കെ വായിച്ചറിഞ്ഞതാണ്. മലബാർ, ആന്ധ്ര എന്നിവിടങ്ങളിൽ കർഷക സമരം കൊടുമ്പിരി കൊണ്ട കാലം. ഭക്ഷണത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള സമരം ശക്തിപ്പെട്ടപ്പോൾ ഭരണാധികാരികൾ തോക്കും ലാത്തിയും കരിനിയമങ്ങളും ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അന്ന് ജയിലിനകത്തായ സഖാക്കളോട് മനുഷ്യത്വരഹിതമായാണ് അന്നത്തെ ഭരണകൂടം അല്ലെങ്കിൽ ജയിൽ അധികൃതർ പെരുമാറിയത് എന്നുള്ളതും നമുക്കറിയാം. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം പോലും അവർക്ക് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ആ ജയിലിനകത്ത് പോരാടി. കൊടിയ മർദ്ദനമായിരുന്നു അതിനൊക്കെയുള്ള മറുപടി. ഫെബ്രുവരി 11 നടന്ന വെടിവെപ്പിൽ 17 സഖാക്കൾ ജയിൽ വളപ്പിൽ തന്നെ തൽക്ഷണം മരിച്ചു വീണു. 5 സഖാക്കൾ ആശുപത്രിയിൽ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം തടയാൻ അധികാരികൾ 74 വർഷം മുമ്പ് സേലം ജയിലിൽ വെച്ച് നടത്തിയ വെടിവെപ്പ് ഇന്നും ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ചോര പുതച്ച് കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കെല്ലാം അറിയുന്നത്. അന്ന് 1950 ഫെബ്രുവരി 11 ഉച്ചയ്ക്ക് ശേഷമാണ് സേലം ജയിലിൽ വെടിവെപ്പ് നടന്നത്. വടക്കേ മലബാറിലെ കർഷക കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ തടയുവാൻ സേലം ജയിലിലെ തടവറകൾക്ക് കഴിയുമെന്നായിരുന്നു അന്നത്തെ അധികാരികളുടെ കണക്കുകൂട്ടൽ. സേലം ജയിലിലെ വെടിവെപ്പിലുണ്ടായ 22 മുറിവുകളുമായാണ് EK നാരായണൻ നമ്പ്യാർ ഈ കഴിഞ്ഞ വർഷം വരെ ജീവിച്ചിരുന്നത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ 99-ാം വയസ്സിൽ 2023 മാർച്ച് 7-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. 1949 വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 108 പേരെ ഒന്നിച്ചാണ് സേലം ജയിലിലേക്ക് മാറ്റിയത്. ജയിലധികാരികൾ മലബാർ തിരടന്മാർ എന്നാണ് അവരെക്കുറിച്ച് പറയാറുള്ളത്. സേലം ജയിലിൽ സമൂഹത്തിലെ തികച്ചും അപകടകാരികളായ മുരത്ത കള്ളന്മാരെയാണ് സാധാരണ പാർപ്പിക്കാറുള്ളത്. മൃഗീയതക്കായിരുന്നു അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നത്. അതായത് തടവുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമോ അല്ലെങ്കിൽ പത്രം, എണ്ണ, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നൽകുവാൻ അന്നത്തെ ജയിൽ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സഖാവ് കാന്തലോട്ട് കുഞ്ഞമ്പുവായിരുന്നു അന്ന് അവരുടെ ജയിലിലെ സെക്രട്ടറി. ജയിലധികാരികൾ കാണിക്കുന്ന ക്രൂരതയിൽ പ്രതിഷേധിച്ച് 100 സഖാക്കൾ സഖാവ് C. കണ്ണൻ, സഖാവ് M. കണാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിരാഹാരം തുടങ്ങാൻ തീരുമാനിച്ചു. ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ബാച്ചിൽ വീണ്ടും 100 പേർ നിരാഹാരം തുടങ്ങി. ജയിൽ അധികൃതർ സമരക്കാർക്ക് കുറേ സൗകര്യങ്ങൾ അനുവദിക്കുകയും ചെയ്തു. C ക്ലാസ് തടവുകാരാണെങ്കിൽ ജോലി ചെയ്യണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു അന്ന്. നെയ്ത്ത്, പുൽപ്പായമടയൽ, റോഡ് റോളർ വലിക്കൽ എന്നിവയും മറ്റ് കഠിനമായ ജോലിയുമാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. 12 പേരുള്ള ഒരു ബാച്ചായാണ് തടവുകാരെ കൊണ്ടുപോവുക. ജോലി സ്ഥലത്ത് വെച്ച് കഠിനമായി ഇവരെ തല്ലിച്ചതക്കുമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും നിരാഹാരം തുടങ്ങിയത്. 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിഷേധമായി കരിദിനം ആചരിക്കാനാണ് അന്നവർ തീരുമാനിച്ചത്. അന്നത്തെ ജയിലിൻ്റെ ചുമതലയുള്ള മന്ത്രി മാധവ മേനോൻ മദ്രാസിലെ 13 ജയിലുകളിലെയും സൂപ്രണ്ടുമാരുടെ യോഗം വിളിച്ചുകൂട്ടി. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തണമെന്ന്
നിർദ്ദേശം നൽകുകയും ചെയ്തു. സംഭവ ദിവസം രാവിലെ ഒരു ബാച്ച് പണിക്കായി പുറത്തേക്ക് പോയി. തടവുകാർ അകത്തും പുറത്തും ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിക്കണമെന്നാണ് അന്നത്തെ നിയമം. അതിലൊരു കറുത്ത വൃത്തം ഉണ്ടാകും. ഇത് ഇയാൾ കള്ളനാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൂടാതെ കഴുത്തിലൊരു തകിടും തൂക്കിയിടണം. കള്ളന്മാർ ഇതൊക്കെ അനുസരിച്ചിരുന്നു. എന്നാൽ ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ ചോദ്യം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം രണ്ടാം ബാച്ചിനെ ജോലിക്കായി പുറത്തു കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഡെപ്യൂട്ടി ജയിലറും 12 വാർഡന്മാരും കടന്നു വന്നത്. ജയിലർ വിസിലടിച്ചു. ജയിൽ യുദ്ധക്കളമായി മാറുന്നതിന് നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. തടവുകാരും കണ്ണിൽ കണ്ടതെല്ലാം ശേഖരിച്ച് വാർഡന്മാരെ നേരിട്ടു. അപ്പോഴേക്കും വാർഡന്മാർ 2 പേരെ അടിച്ചു കൊന്നിരുന്നു. പിന്നീടാണ് വെടിവെപ്പ് തുടങ്ങിയത്. ഇതിൽ 22 പേരാണ് രക്തസാക്ഷികളായത്. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വർഷം മരണപ്പെട്ട EK നാരായണൻ നമ്പ്യാരോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ തളിയൻ രാമൻ നമ്പ്യാരും അന്ന് രക്തസാക്ഷിയായി. 118 പേരെയാണ് പരിക്കുപറ്റി സേലം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 42 പേരാണ് മരണത്തോട് മല്ലിട്ട് അന്ന് ആശുപത്രിയിൽ കഴിഞ്ഞത്. സിതാരാമയ്യ ആന്ധ്ര, മാടായി കുഞ്ഞപ്പ നായർ, NK കൃഷ്ണൻ കൂത്തുപറമ്പ്, ആശാരി മാധവൻ, കൊറോത്ത് രാമൻ നമ്പ്യാർ, കൃഷ്ണമാരാർ ചിറക്കൽ, പുല്ലായിക്കൊടി ദാമോദരൻ, U നാരായണ മാരാർ എന്നിവരൊക്കെ അതിൽ ചിലരാണ്. അതിൽപ്പെട്ട N ബാലൻ എന്ന സഖാവ് ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ജയിലിൽ നിന്ന് മരണപ്പെട്ടവർ തളിയൻ രാമൻ നമ്പ്യാർ, നക്കായി കണ്ണൻ, ആശാരി അമ്പാടി, പുല്ലാഞ്ഞിയോടൻ കുഞ്ഞപ്പ നമ്പ്യാർ, കൊയിലോടൻ നാരായണൻ നമ്പ്യാർ, പുല്ലാഞ്ഞിയോടൻ ഗോവിന്ദൻ നമ്പ്യാർ, N പത്മനാഭൻ, നീലഞ്ചേരി നാരായണൻ നായർ, ആസാദ് ഗോപാലൻ നായർ, N കോരൻ, മൈലപ്രവൻ നാരായണൻ നമ്പ്യാർ, പിലാട്ടിയോട്ടിയൻ ഗോപാലൻ നമ്പ്യാർ, കോരൻ ഗുരുക്കൾ, അണ്ടലോടൻ കുഞ്ഞപ്പ, ഞണ്ടാടി കുഞ്ഞമ്പു, C കുഞ്ഞിരാമൻ നമ്പ്യാർ, അനന്തൻ ഇവരെല്ലാവരും കണ്ണൂർ ജില്ലക്കാരാണ്. K ഗോപാലൻകുട്ടി നായർ കോഴിക്കോട് ജില്ല, കാവേരി മുതലി, അറുമുഖ പണ്ടാരം എന്നിവർ തമിഴ്നാട്, ഷെയ്ഖ് ദാവൂദ് ആന്ധ്ര ഇവരാണ് ആ വെടിവെപ്പിൽ മരണപ്പെട്ടത്. 1947 ഒക്ടോബറിലാണ് സംഭവത്തിൽ വെടിയേറ്റ EK നാരായണൻ നമ്പ്യാരെ കാവുമ്പായി സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് ചെയ്തത്. അന്ന് വയസ്സ് 20 ആയിരുന്നു. തുടർന്ന് തളിപ്പറമ്പ് സബ് ജയിൽ, തലശ്ശേരി സബ് ജയിൽ എന്നിവിടങ്ങളിൽ 6 മാസത്തോളം വിചാരണക്കായി പാർപ്പിച്ചതിന് ശേഷമാണ് 39 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോയത്. അവിടുന്നാണ് പിന്നീട് അദ്ദേഹത്തെ സേലത്തേക്ക് കൊണ്ടുപോയത്. ഇവരുടെ എല്ലാം വാറണ്ടിൽ ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1953 അദ്ദേഹത്തെ ജയിലിൽ നിന്നും വിട്ടയച്ചത്. നാരായണൻ നായർ കാവുമ്പായിലെ CPM മെമ്പറാണ്. ജയിലിൽ നിന്ന് വെടിവെച്ച് കൊന്ന ധീരസഖാക്കളെ ജയിലിൽ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മരണപ്പെട്ടവരെയൊക്കെ എവിടെയാണ് സംസ്കരിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. തറ മുഴുവനും രക്തപ്പുഴയായിരുന്നു. അത് കാരണം അന്ന് ജയിൽ സന്ദർശിക്കുവാൻ വന്ന കലക്ടറും മറ്റ് ഉദ്യോഗസ്ഥ സംഘവും കഞ്ഞി കുടിക്കുന്ന പ്ലേറ്റ് കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ ചവിട്ടിയാണ് ജയിലറകളിൽ കൂടെ നടന്നത് എന്നും നമുക്ക് രേഖകളിൽ കാണാം. 1947 ജൂലൈ 14 21 വയസ്സ് പ്രായമായ മാടായി ചന്തുക്കുട്ടി നായരെ കാവുമ്പായി സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കുകയായിരുന്നു മാടായി ചന്തുക്കുട്ടി നായരെ. വധശിക്ഷയുടെ നാളുകളിൽ ചന്തുക്കുട്ടി നായർക്ക് ആത്മവീര്യം വർദ്ധിച്ചു. തൂക്കുമുറിയിൽ അടച്ചിടുമ്പോൾ ചന്തുക്കുട്ടി നായരുടെ തൂക്കം 121 റാത്തലായിരുന്നു. ശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി. സെപ്റ്റംബർ 14 തൂക്കുമുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തൂക്കം 128 റാത്തലായിരുന്നു. ശസ്ത്രക്രിയ കൊണ്ട് പുറത്തെടുക്കാനാവാത്ത ചില്ലകൾ ചന്തുക്കുട്ടി നായരുടെ ശരീരത്തിൽ പിന്നീടും ബാക്കി നിന്നു എന്നുള്ളതും ചരിത്രം. സഖാക്കളെ, 1950 ഫെബ്രുവരി 11 സേലം ജയിലിൽ നിന്ന് ഒഴുകിപ്പരുന്ന ചോര നമ്മളോട് എന്തോ പറയുന്നുണ്ട്. ചെവിയോർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാക്കുകൾക്ക് ജീവൻ നൽകാനുള്ള പോരാട്ടത്തിൽ സ്വജീവൻ നഷ്ടപ്പെട്ട
ആ 22 മനുഷ്യ ശരീരങ്ങൾ നമ്മളോട് എന്തോ പറയുന്നുണ്ട്. ചെവിയോർക്കുക. അന്തസ്സുള്ള മനുഷ്യജീവിതമാണ് സ്വാതന്ത്ര്യമെന്നും അതിനുവേണ്ടിയുള്ള പോരാട്ടം അവിരാമം തുടരേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചെവിയോർക്കുക. ആ ചോരയുടെ ചൂടും നനവും നമ്മുടെ പോരാട്ടങ്ങൾക്ക് ഊർജമേകുമെന്ന വിശ്വാസത്തോടെ സേലം രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്താഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തുന്ന ഘട്ടത്തിലാണ് അനശ്വരരായ സേലം രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ നമ്മൾ പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ സേലം രക്തസാക്ഷികളെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ നൂറുകണക്കിന് ധീരരക്തസാക്ഷികളുടെ ഓർമ്മകൾ നമ്മുടെ ഇനിയങ്ങോട്ടുള്ള ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഊർജമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.